ഗാന്ധി വയനാട് മണ്ഡലം വിട്ട് റായ്ബറേലിയിലെ MP ആയി. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കും. എനിക്കിത് രണ്ടും വളരെ ശരിയായ പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഉണ്ണി ബാലകൃഷ്ണൻ വേറെ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കണ്ടു. പ്രശ്നം എന്താണെന്നറിയാവോ? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വേറൊരു രീതിയിലും മാറിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചില പ്രത്യേക വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ പോലും BJPയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതാണ് ഈ 24 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ പോലെ ഒരു ചേരിയെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ മുതിർന്നുകൂടാ. ഇടതുപക്ഷ ചേരി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കേരളമാണ് അതിനെ ഏറ്റവും ബലവത്താക്കി നിർത്തിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇടതുപക്ഷത്തിൽ അങ്ങനെ വലിയൊരു റോൾ ഇപ്പോഴില്ല. പലപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത്. അത് തമിഴ്നാട്ടിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇടതുപക്ഷ ചേരി എന്ന് പറയുന്നത് രാജ്യത്ത് അനിവാര്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം നമുക്ക് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സമരത്തിന് മുന്നിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന അതിപ്രതാപവാനായ പ്രധാനമന്ത്രി മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ആ സമരം എന്ന് പറയുന്നത് കർഷക സമരമാണ്. ആ കർഷക സമരത്തെ ആദ്യഘട്ടത്തിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ആ കർഷക സമരം പെട്ടിരുന്നോ? യഥാർത്ഥത്തിൽ ഒരേ ആളുകൾ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും വന്ന് തമ്പടിച്ച് അവിടെ കിടന്ന് ഡൽഹിയിൽ കിടന്ന് സമരം വിളിക്കുകയായിരുന്നു, മുറവിളിക്കുകയായിരുന്നു. ആ സമരത്തെ ഒരു ദേശീയ വിഷയമാക്കി മാറ്റുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബുദ്ധിജീവികൾ, സാമൂഹ്യ പ്രവർത്തകർ, ഇടതുപക്ഷത്തിൻ്റെ തന്നെ പ്രവർത്തകർ, അവരൊക്കെ എടുത്തിട്ടുള്ള ഒരു വലിയ പങ്ക് കൊണ്ട് അതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ വലിയ കർഷക മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയ ആശയ നിർമ്മാണം ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്, എനിക്കറിയില്ല ആ വിഷയത്തിലേക്ക് പോകുമെന്നുള്ളത്, പക്ഷേ ഇന്ന് കേരളവും രാജ്യവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താ? NCERT പാഠപുസ്തകം അല്ലേ? ഈ NCERT പാഠപുസ്തകങ്ങളിലൂടെ എങ്ങനെയാണ് ചരിത്രത്തെ വക്രീകരിച്ച് ഒരു ഹിന്ദുത്വവൽക്കരണം, കാവ്യവൽക്കരണം ഈ രാജ്യത്ത് BJP സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രശ്നം ആദ്യം ഇന്ത്യയിൽ ഉന്നയിച്ചത് ആരാണ്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ലേ? നോക്കൂ, പാർലമെന്റിലെ 4 or 5 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത്രയും അംഗബലം മാത്രമുള്ള ഒരു പ്രസ്ഥാനത്തെ എന്ത് ചെയ്യാനാണ് ഈ രാജ്യത്ത് എന്ന് ചോദിക്കുമ്പോൾ, ഈ രാജ്യത്ത് വലിയ പ്രതിരോധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനകത്ത് ഇടതുപക്ഷ ചേരിക്ക് വലിയ റോളുണ്ട്, ഇടതുപക്ഷ ആശയങ്ങൾക്ക് വലിയ റോളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ വന്ന് ഇത്തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ശരി, 2024 തെരഞ്ഞെടുപ്പ് ശരി, 24 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ പോലൊരാൾ വന്ന് മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ്. അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത് അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നല്ല. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ആ ലക്ഷ്യം വെക്കാം, തർക്കമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ചതുരക്കൂട്ടിനകത്ത് നിന്നും മാത്രം രാഷ്ട്രീയത്തെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിനപ്പുറത്തേക്ക് വിശാലമായി ചിന്തിക്കേണ്ടതുണ്ട്. ആ വിശാലമായി ചിന്തിക്കാൻ കോൺഗ്രസിനാണ് കൂടുതൽ ബാധ്യതയുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ വന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഇടതുപക്ഷ ചേരിയെയും ദുർബലപ്പെടുത്തുകയാണ് എങ്കിൽ കേരളത്തിൽ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം അപകടകരമായ ചില സൂചനകളാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ അപകടകരമായ സൂചനകളെ മനസ്സിലാക്കാതെയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്താൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു ചേരി ശക്തിപ്പെട്ടു വരികയും, ആ ചേരി എന്ന് പറയുന്നത് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചേരിയാണ്. ആ ചേരിയെ ശക്തിപ്പെടുത്തുന്ന ഏത് നീക്കവും കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ അപകടമായിരിക്കുമ്പോൾ, അപകടകരമായിട്ടുള്ള ആ സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാനത്തെയും കൊണ്ടുപോകാൻ പാടില്ല, ഈ രാജ്യത്തെയും കൊണ്ടുപോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ബ്ലോക്കിന് ആളുകൾ വോട്ട് ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസിന് 99 സീറ്റ് കൊടുത്തത്. അത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ നിലപാട്. പലപ്പോഴും പല കാര്യങ്ങളിലും ഉണ്ണി ബാലകൃഷ്ണൻ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഇത് തന്നെയാണല്ലോ പറയാനുള്ളത് എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായും വിയോജിപ്പ് തോന്നി. നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടു തോന്നിയത്? നിങ്ങൾ ഉണ്ണിയോട് വിയോജിക്കുന്നോ? എന്റെ കാരണങ്ങൾ, ഒന്നാമത്തെ കാരണം 2024 തെരഞ്ഞെടുപ്പ് മുതൽ 2029 തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തെയും നമ്മളെയും നമ്മുടെ രാജ്യത്തെയും ഭരണഘടനയും ഒക്കെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാലഘട്ടമാണ്. നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിൽ നിന്ന് സംസാരിക്കാൻ പാർലമെന്റിൽ മഹുവ മൈത്ര, രാഹുൽ ഗാന്ധി, ചന്ദ്രശേഖർ ആസാദ്, അഖിലേഷ് യാദവ്, കപിൽ സിബൽ, ചിദംബരം, ജോൺ ബ്രിട്ടാസ് ഇവർക്കൊക്കെ ഒപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് രാഷ്ട്രീയം പറയാൻ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വേണമെന്നതാണ് എന്റെ ആഗ്രഹം. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ നമ്മളെ മുന്നിലുള്ള ഒരു വഴിയാണ് വയനാട്. പ്രിയങ്ക പാർലമെന്റിൽ വരട്ടെ. എന്നാൽ പ്രിയങ്കയും കോൺഗ്രസും അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു വെല്ലുവിളി ഇതിലുണ്ട്. പ്രിയങ്ക MP ആകുന്ന അന്ന് മുതൽ റോബർട്ട് വാദ്ര മാധ്യമങ്ങളിൽ നിറയും. വാദ്രയുടെ ഭൂതകാലം, ബിസിനസ്, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ പോലും പുറത്തു വന്നിരിക്കുന്ന വാദ്രയുടെ കമ്പനിയായ DLFന്റെ 170 കോടി BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത് അടക്കമുള്ള, അതിനുശേഷം വാദ്രയെ കുറ്റവിമുക്തനാക്കിയതൊക്കെ വീണ്ടും ചർച്ചയാകും. വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സത്യസന്ധമായി പാർലമെന്റിൽ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ നിറഞ്ഞു നിന്ന് പോരാടുക എന്നത് പ്രിയങ്കയുടെ മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. പ്രിയങ്കയുടെ ചുമലിലുള്ള ദൗത്യവുമാണ്. രാജ്യത്തിന്റെ ഭാവി വിവാഹത്തെക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണെന്ന് പ്രിയങ്കയ്ക്ക് മനസ്സിലാക്കാനും
പ്രവർത്തിക്കാനും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കാനും രാജ്യത്തിന് വേണ്ടി നിൽക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. അതിന് ചിലപ്പോൾ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും, മാറ്റി വെക്കേണ്ടി വരാം. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അമേഠിയിൽ ഞാൻ മത്സരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോബർട്ട് വാദ്ര രംഗത്ത് വന്നത് നമ്മൾ കണ്ടിരുന്നു. അത് വലിയൊരു അശ്ലീല കാഴ്ചയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ. പ്രിയങ്ക മത്സരിച്ചാൽ വാദ്രയുടെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനാലാകാം പ്രിയങ്ക ഒറ്റ സീറ്റിലും മത്സരിക്കാതിരുന്നത്. എന്തായാലും വയനാട്ടിൽ നിന്നും പ്രിയങ്ക പാർലമെന്റിൽ എത്തട്ടെ, പ്രിയങ്കയുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങട്ടെ. ബാക്കിയൊക്കെ പിന്നെ റോബർട്ട് വാദ്ര എത്ര വലിയ ശല്യമായി മാറും, പ്രിയങ്ക എങ്ങനെ നേരിടും, അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഉണ്ണി ബാലകൃഷ്ണൻ പ്രിയങ്ക വയനാട്ടിൽ നിന്നും മത്സരിക്കരുത് എന്ന് പറയാനുള്ള ഒരു കാരണം ഇടത് പാർട്ടികൾ ഇതോടെ കേരളത്തിൽ ദുർബലമാകും, അതോടെ BJP വളരും എന്നൊക്കെയാണ്. ആ പോയിന്റിനോട് ഞാൻ സത്യത്തിൽ യോജിക്കുന്നില്ല. ഇടത് ദുർബലമാകാനൊന്നും പോകുന്നില്ല. ഇടതിന് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്, നേതാക്കളുണ്ട്. സ്വന്തം പാർട്ടിയെയും പ്രത്യയശാസ്ത്രത്തെയും അണികളെയും സംരക്ഷിക്കാൻ ഇടതിന് കോൺഗ്രസിന്റെ ഔദാര്യമൊന്നും അങ്ങനെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കട്ടെ, കോൺഗ്രസ് ശക്തിപ്പെടട്ടെ, അവരോട് മത്സരിക്കാൻ ഇടതും ശക്തിപ്പെടട്ടെ. രണ്ട് പാർട്ടികളും ആകെ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, BJP മാത്രമാണ് മുഖ്യ ശത്രു. BJPയെ വളർത്താൻ വിട്ടുവീഴ്ച ചെയ്യരുത്, ചെയ്താൽ തൃശൂർ ഇവിടെ ആവർത്തിക്കും. മൂന്നാമത്തെ പോയിന്റ്, കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഉൾപ്പെടെ കോടതിയിൽ പോയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടതു പാർട്ടികളുടെ ഇടപെടലുകളും പോരാട്ടവും ഒക്കെ ഇനിയും ഉണ്ടാകും. അതിന് വലിയ പ്രസക്തിയുമുണ്ട്. അതിനൊക്കെയുള്ള നേതൃനിരയും പ്രത്യയശാസ്ത്ര ഉറപ്പും സ്ഥൈര്യവും ഒക്കെ ഇടതിനുണ്ട്. അതൊന്നും പ്രിയങ്കയുടെ വരവ് കൊണ്ട് ഇവിടെ ഇല്ലാതാകാനൊന്നും പോകുന്നില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ CPI ആനിരാജയായിരുന്നു രാജ്യസഭയിലേക്ക് അയക്കേണ്ടതെന്ന്. കേരളത്തിൽ ഇത്തവണ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും വെച്ച് പാർലമെന്റിൽ പോകാൻ എല്ലാ തരത്തിലും യോഗ്യയായിട്ടുള്ള 3-4 പേരെ നമ്മൾ ലിസ്റ്റ് ചെയ്താൽ അതിലൊരാൾ ആനിരാജ തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചു. അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രം ആരും നല്ല MP ആവില്ല. ആനിരാജയ്ക്ക് പ്രസംഗിക്കാൻ അറിയാം, സ്പീഡായിട്ട് സംസാരിക്കാൻ അറിയാം, രാഷ്ട്രീയം പറയാൻ അറിയാം, ദേശീയ വിഷയങ്ങളിൽ മുഴുവൻ ഇടപെട്ട് അവിടെയൊക്കെ സമരം ചെയ്തുള്ള ദീർഘകാലത്തെ അവരുടെ അനുഭവ പരിചയമുണ്ട്. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചുള്ള ശീലമുണ്ട്. ഇന്ത്യ മുന്നണി നേതാക്കളുമായിട്ടുള്ള നല്ലൊരു ബന്ധം അടുപ്പമുണ്ട്, എല്ലാമുണ്ട്. രാഹുൽ ഗാന്ധിയോട് മത്സരിച്ച് തോൽക്കാൻ CPIക്ക് ആനിരാജയെ വേണമായിരുന്നു ഇവിടെ. എന്നിട്ട് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കിട്ടിയപ്പോൾ അത് ആനിരാജയ്ക്ക് കൊടുത്തില്ല, പകരം അത് സുനീറിന് കൊടുത്തു. ആ കാര്യം എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഒരു MP എന്ന നിലയിൽ ആനിരാജ തന്നെയാണ് നല്ലത്. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ അളവുകോലുകൾ വെച്ചുള്ള ലോക്സഭാ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന രീതികൾ ഭയങ്കര തെറ്റാണ്. അങ്ങനെയല്ല സ്ഥാനാർത്ഥികളെ വിലയിരുത്തേണ്ടത്. MLA ആവേണ്ടവർ MLA ആവണം, പഞ്ചായത്ത് പ്രസിഡന്റ് ആവേണ്ടവർ അങ്ങനെയാകണം. വളരെ ധീരമായി രാഷ്ട്രീയം പറയേണ്ട സമയത്ത് അതിന് കഴിവുള്ളവരെയാണ് പാർലമെന്റിലേക്ക് അയക്കേണ്ടത് എന്ന്. അതാണ് കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം. അതിൽ CPI ഇത്തവണ പരാജയപ്പെട്ടു എന്നൊരു പരാതി എനിക്ക് സത്യത്തിലുണ്ട്. ആനിരാജയെ ഇനിയും വയനാട്ടിൽ കൊണ്ടുവന്ന് പ്രിയങ്കയ്ക്കെതിരെ മത്സരിപ്പിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ AESFലെയോ ഒക്കെ ചെറിയ കുട്ടികൾ JNUവിലൊക്കെ പഠിക്കുന്നവരൊക്കെ പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കട്ടെ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്താണെന്ന് അവരും പഠിക്കട്ടെ, അവർക്കൊരു എക്സ്പീരിയൻസ് ആവട്ടെ, തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് അവർക്കും അവസരം കിട്ടട്ടെ എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഉറപ്പായും ഈ തവണ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയങ്ക രാഹുൽ ഗാന്ധിയുടെ പെങ്ങളായതുകൊണ്ടൊന്നുമല്ല. ഇന്ന് ഇന്ത്യയിൽ രാഷ്ട്രീയ രംഗത്തുള്ള പൊതുരംഗത്തുള്ള സ്ത്രീകളിൽ കൃത്യമായി രാഷ്ട്രീയം കുറിക്കുകൊള്ളുന്ന ഭാഷയിൽ പറയുന്ന പല ആളുകളിൽ ഒരാളാണ് പ്രിയങ്ക ഗാന്ധി എന്നതുകൊണ്ടാണ്. അപ്പൊ പ്രിയങ്കയുടെ പ്രസംഗവും ഒച്ചയും ഒക്കെ പാർലമെന്റിൽ ഉണ്ടാകണം. 70 सालों से ये देश स्वतंत्र है, 55 सालों के लिए कांग्रेस की सरकार रही है. किसी ने आपसे सोना छीना, आपके मंगलसूत्र छीने. इंदिरा गांधी ने अपना सोना, जब जंग हुई थी, अपना सोना देश को दिया. मेरी मां का मंगलसूत्र इस देश को कुर्बान हुआ है. എത്ര കരുത്തോടെയാണ് നരേന്ദ്രമോദിയെ പ്രിയങ്ക വെല്ലുവിളിക്കുന്നതെന്ന് കണ്ടോ. ഈ പ്രിയങ്കയില്ലാതെ എന്ത് പാർലമെന്റ് ആണല്ലേ. ഇന്നലെ നികേഷ് കുമാർ പ്രിയങ്കയെ കുറിച്ച് പറഞ്ഞ മിക്ക കാര്യങ്ങളോടും എനിക്ക് യോജിപ്പ് തന്നെയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനേക്കാൾ നികേഷ് കുമാറാണ് ഇക്കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിൽ നിന്ന് 7ാം ഘട്ടത്തിലേക്കുള്ള യാത്രയിൽ ചടുലമായ സാന്നിധ്യമായി നിന്നത് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു. നോക്കൂ, നമ്മൾ ഉത്തർപ്രദേശിൽ 10 സീറ്റ് ഇന്ത്യ ബ്ലോക്കിന് കിട്ടിയാൽ തന്നെ വലിയ നേട്ടം എന്ന് കരുതിയിരുന്ന ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗങ്ങളെല്ലാം തന്നെയും ആളുകളെ ഇളക്കി മറിക്കുന്നതായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ചടുലമായിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ, കോൺഗ്രസ് സമാജ്വാദി പാർട്ടി വോട്ടർമാരുടെ കോമ്പിനേഷൻ, രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തമ്മിലുള്ള ദോ ലഡ്കാസ് എന്ന് പറയുന്ന ഒരു ടാഗ്, ഇതൊക്കെ തന്നെയും വലിയ തോതിൽ
ഇന്ത്യ ബ്ലോക്കിന് മുന്നേറ്റം ഉണ്ടാക്കി. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 272 നിന്ന് 240 എത്തിക്കാനുള്ള ഏക കാരണമോ അല്ലെങ്കിൽ പ്രധാന കാരണമോ ഉത്തർപ്രദേശിലെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണമാണ്, ഉത്തർപ്രദേശിലെ SP കോൺഗ്രസ് സഖ്യമാണ് എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യത്തിൽ, ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗ പാടവത്തിൽ ഇന്ന് നെഹ്റു ഗാന്ധി ഫാമിലിയിൽ സംസാരിക്കാൻ കഴിയുന്നത് സോണിയാഗാന്ധിക്കല്ല, രാഹുൽ ഗാന്ധിക്കല്ല, പ്രിയങ്ക ഗാന്ധിക്കാണ് എന്നുള്ളതാണ്. ആ പ്രിയങ്ക ഗാന്ധിയാണ് തുറുപ്പുചീട്ടായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വാരണസിയിൽ 2029 നോക്കൂ, 2024 മുതൽ 2029 വരെയുള്ള കാലഘട്ടത്തിൽ വേണം BJPയെ തറപറ്റിക്കാൻ. 2024 തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2029 വരെയുള്ള കാലഘട്ടത്തിൽ ശക്തമായ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് വേണം നരേന്ദ്രമോദിയെ തറപറ്റിക്കാൻ. അപ്പോൾ നരേന്ദ്രമോദിയെ വാരണസിയിൽ എതിർക്കാൻ ശക്തിയുള്ള ഒരു നേതാവിനെ കൂടി യഥാർത്ഥത്തിൽ ഇന്ത്യ ബ്ലോക്ക് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അതാണ് പ്രിയങ്ക എന്ന് ഞാൻ കരുതുകയാണ്. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ തന്നെ ഇവിടെയല്ല BJPയുടെ തോൽവി. യഥാർത്ഥത്തിൽ 2024 ജൂൺ മാസത്തിലല്ല നരേന്ദ്രമോദിയുടെ തോൽവി. വരാൻ പോകുന്നത് മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ഏറ്റവും വലിയ ആൻറ്റി ഇൻകംബൻസി നേരിടുന്ന 3 സംസ്ഥാനങ്ങളിലും ഒരേ സമയം തന്നെ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷമാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു പാർലമെൻ്ററി പാർട്ടി യോഗം നടത്തി നേതാവായി തിരഞ്ഞെടുക്കപ്പെടാതെ നേരെ NDAയിലൂടെ പോയി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് എന്ന ചോദ്യം വരാൻ പോകുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരിക്കും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പമാണ് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്, ചേലക്കര പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജാർഖണ്ഡിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും BJP തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആഘാതത്തോടൊപ്പം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കടന്നു ചെല്ലാൻ പോകുന്ന ആളുടെ പേരാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് തൊട്ടടുത്ത സീറ്റിൽ പ്രിയങ്ക ഗാന്ധി ഇരുന്നുകൊണ്ട്, കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ പാടവം നരേന്ദ്രമോദിയെ കീഴ്പ്പെടുത്താൻ പോകുന്നതല്ല, പക്ഷെ പ്രിയങ്ക ഗാന്ധിയുടേതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നരേന്ദ്രമോദി ചുളുങ്ങും. അപ്പോ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തട്ടെ, നരേന്ദ്രമോദിക്കെതിരെ നിവർന്നു നിന്ന് റോബർട്ട് വാദ്രയുടെ ശല്യമില്ലാതെ രാഷ്ട്രീയം പറയാൻ കഴിയട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉത്തരേന്ത്യ തിരിച്ചുപിടിക്കാൻ പ്രിയങ്കയ്ക്കും രാഹുലിനും ഇന്ത്യ സഖ്യത്തിനുമൊക്കെ കഴിയട്ടെ. ജനപ്രതിനിധിയാകുന്ന പ്രിയങ്ക എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ആ മാറ്റം എന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്.